ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചീരയും ചക്കക്കുരുവും കൊണ്ടൊരു അവിയലാണ്. ഞാൻ വീട്ടിൽ നട്ടു വളർത്തിയ നാടൻ ചീരയാണിത്. നമുക്ക് ഈ ചീരയൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ചീര അവിയലാണ് വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് തോരത്തിന് അരിയുന്ന കണക്ക് പോരാ, കുറച്ചും കൂടി വലുതായിട്ട് അരിയണം. അവിയലിനാകുമ്പോൾ ചീരയും ചക്കക്കുരുവും കൂടെ അവിയൽ വെക്കുന്നത് ഇന്ന്. അവിയലിന് ആവശ്യമായ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10 ചക്കക്കുരുവും കൂടെ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചീര ഇട്ട് കൊടുക്കാം. ചീര ആവി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇനി അവിയലിൻ്റെ അരപ്പരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 7-8 കൊച്ചുള്ളി, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അവിയലിനൊന്ന് അരച്ചെടുക്കാം. തോനെ അരഞ്ഞു പോകാൻ പാടില്ല. അവിയലിൻ്റെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം അവിയലിന് അരച്ചെടുക്കാൻ. ചീരയൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അരപ്പ് ചേർത്ത് ഇളക്കി ചേർക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചീര അവിയൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചീര അവിയലൊന്ന് വെന്ത് നല്ലതുപോലെ വരണം. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചീര അവിയൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് എടുക്കാം.